ഹരേ കൃഷ്ണ. വിധിയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പഴിക്കാറുണ്ട്, അല്ലേ? നമുക്ക് ആ വിധിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കഥ കേട്ടാലോ? ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ഉള്ളൂരിനുള്ളിലുള്ള ഒരു നടപ്പാതയിലൂടെ ഗുരു കാൽനടയായി സഞ്ചരിക്കുകയായിരുന്നു. കൂടെ നാലഞ്ചു പേരുമുണ്ട്. ആൽത്തറയുള്ള ഒരു കവലയ്ക്കടുത്ത് എത്താറായപ്പോൾ എതിരെ നിന്നും ഒരു കാളവണ്ടി ഭാരം വലിച്ചു വരുന്നു. ഗുരുവിനടുത്തെത്തിയതും ഈ കാളവണ്ടി നിന്നു. വണ്ടിക്കാരൻ ഇടതും വലതും മാറി മാറി തുടർച്ചയായി അടിച്ചിട്ടും കാള ചലിച്ചില്ല. ഗുരുവിന്റെ മുഖത്ത് നോക്കി തന്നെ നിൽക്കുന്നു. അതിന്റെ കണ്ണുകളിലൂടെ നിലയ്ക്കാതെ കണ്ണുനീരൊഴുകുന്നു. അവൻ കരയുകയാണ്. വണ്ടിക്കാരൻ ശക്തമായി അടിക്കുന്നത് തുടർന്നപ്പോൾ അടിക്കരുത് എന്ന് ഗുരു കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. വണ്ടിക്കാരൻ അടി നിർത്തി. കാള കരയുന്നു. ശബ്ദമുണ്ടാക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിർത്താതെ കരയുന്നു. ആ ജീവി അടക്കാനാവാത്ത വ്യത ഉള്ളിൽ പേറുന്നു എന്ന് വിളിച്ചു പറയുന്ന കരച്ചിൽ. ഗുരു അതിനടുത്തേക്ക് ചേർന്ന് നിന്നു. മുഖം ചേർത്ത് പിടിച്ച് തലോടി. കഴുത്തിലും ഉടലിലുമൊക്കെ അനുകമ്പയോടെ തഴുകിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല, പോട്ടെടാ. വീണ്ടും വീണ്ടും ഗുരു ആ ജീവിയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, ആ കവലയിലെ കടയിൽ പഴമുണ്ടെങ്കിൽ വാങ്ങി വരുവാൻ. അവർ ഓടിപ്പോയി പഴം വാങ്ങി വന്നു. ഗുരു അത് കാളയ്ക്ക് നൽകി. മൂർധാവിൽ കൈകൾ വെച്ച് കുറേ നേരം നിന്നു. അതിനുശേഷം വഴിമധ്യത്തിൽ നിന്നും മാറി അരികിലേക്ക് നിന്നിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ചു. ഗുരുവിനെ നോക്കി മനസ്സില്ലാ മനസ്സോടെ എന്ന പോലെ വളരെ സാവധാനം കാലുകൾ ചലിപ്പിച്ച് കാളവണ്ടി കടന്നുപോയി. ഗുരുവും അനുയായികളും യാത്ര തുടർന്നു. നടന്നുകൊണ്ട് ഗുരു മുകളിലേക്ക് കൈകൾ ഉയർത്തി പറഞ്ഞു, അവൻ ആരായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? കർമ്മഗതി. കൂട്ടത്തിൽ ഒരാൾ മനസ്സിലായില്ലല്ലോ ഗുരുവേ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, വിധി. വിധി എന്നാൽ കർമ്മഗതിയാണ്. കർമ്മത്താൽ വന്നു ചേരുന്ന അവസ്ഥാവിശേഷങ്ങൾ. ആ കാള കഴിഞ്ഞ ജന്മത്തിൽ ഒരു ജഡ്ജിയായിരുന്നു, ന്യായാധിപൻ. ന്യായവും നീതിയും നടപ്പിലാക്കേണ്ട ജോലി നിർവഹിക്കേണ്ടവൻ. പ്രതികൾക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ട് സത്യവിരുദ്ധമായി കർമ്മിച്ചു. കർമ്മഫലം അനുഭവിക്കാതിരിക്കാനാവില്ലല്ലോ. ഭരണനിർവഹണവും ഇറച്ചിവിട്ടും, നീതി നിർവഹണവും കച്ചവടവും കൃഷിയും തുന്നലും എല്ലാം ഓരോ കർമ്മമേഖലകളാണ്. ശ്രദ്ധ വേണം, ധർമ്മശ്രദ്ധ. കാലം കടന്നുപോകും. കർമ്മഫലം അനുഭവിക്കാൻ അന്നേരം അധികാരം ഉപയോഗിച്ച് അന്യായ വിധി എന്ന കർമ്മം ചെയ്തയാളെ കാണും. അധർമ്മത്തിന് ശിക്ഷയുണ്ട്. മറ്റൊരു വണ്ടിക്കാളയാകാതിരിക്കാൻ, അങ്ങനെ ഒരു ജന്മം ലഭിക്കാതിരിക്കാൻ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുക. കർമ്മനിരതരായിരിക്കുക. ധർമ്മത്തോടെ കർമ്മം ചെയ്യുക. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.